ഈ നാളുകളിലൊക്കെ ഹല്ലേലൂയ നടക്കുന്നതായ സംഭവ വികാസങ്ങളെ കുറിച്ച് ദൈവമക്കളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതിന്റെ ആവശ്യമില്ല. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ വിരൽ തുമ്പിലും ഹല്ലേലൂയ നാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനോടനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് സക്കറിയ പ്രവാചകന്റെ പുസ്തകം, സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്കൊന്ന് വായിക്കാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. യഹോവയുടെ അരുളപ്പാട് യെരൂശലേം ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. യഹോവയുടെ അരുളപ്പാട് യെരൂശലേമിലെ ചുറ്റുമുള്ള സകല ജാതികൾക്കും, അതിന് ചുറ്റുപാടുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രമാക്കും. യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. ആമേൻ. 3-ാമത്തെ വാക്യം. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. കർത്താവിന് സ്തോത്രം. യുഗങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന സക്കറിയ പ്രവാചകൻ പ്രവചിച്ച ഒരു പ്രവചന ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം. എന്താണെന്ന് ചോദിച്ചാൽ, യെരൂശലേം അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വയ്ക്കും. കർത്താവിന് സ്തോത്രം. യെരൂശലേം എന്നും ഇസ്രായേൽ എന്നും പറഞ്ഞാൽ ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവരോ ഗ്രഹിക്കാത്തവരോ ആയിട്ടോ ആരുമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇസ്രായേൽ എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, യാക്കോബിന്, ഞാൻ സമയം എൻ്റെ മുൻപിൽ വളരെ കുറവായതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബിന്, അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബ് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൂതനുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്തിയ സംഭവം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അവിടെ വെച്ച് യഹോവയായ ദൈവം യാക്കോബിനോട് പറഞ്ഞു, ഇനി നിന്റെ പേർ യാക്കോബ് എന്നല്ല, ഇനി നിന്റെ പേർ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവം ഇട്ട പേരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യെരൂശലേം എന്ന് പറഞ്ഞാൽ ആ പേര് എങ്ങനെ വന്നു, എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നാം വായിക്കുമ്പോൾ ഇസ്രായേലിനെ 3 രാജാക്കന്മാർ ഒരുമിച്ച് ഭരിച്ചു. 12 ഗോത്രത്തെയും 3 രാജാക്കന്മാർ ഒരുമിച്ച് ഭരിച്ചു. അതായത് ശൗൽ 40 വർഷം ഭരിച്ചു. 70-ാമത്തെ വയസ്സിൽ ശൗൽ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ദാവീദ് ഇസ്രായേൽ ഗോത്രത്തെ 12-നെയും ഒരുമിച്ച് ഭരിച്ചു. 60-ാമത്തെ വയസ്സിൽ ദാവീദ് മരണമടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 3-ാമത് ശലോമോൻ 52-ാമത്തെ വയസ്സിൽ മരിച്ചു. ഇസ്രായേലിനെ 40 വർഷക്കാലം ഭരിച്ചു. കർത്താവിന് സ്തോത്രം. ഈ ശലോമോന് ശേഷം ശലോമോന്റെ മകനായ യൊരോബെയാമും രഹോബെയാമും അവർ 2 തിരിഞ്ഞു. ദേശത്തെ 2 വിഭജിക്കുകയും 10 ഗോത്രവും 2 ഗോത്രവും എന്നിങ്ങനെ ഹല്ലേലൂയ 2 വിഭജിക്കപ്പെട്ടതിൽ രഹോബെയാം യെരൂശലേം കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അങ്ങനെയാണ് യെരൂശലേം ഹല്ലേലൂയ അതിന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ അങ്ങനെ ചരിത്രം പറഞ്ഞു പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ യെരൂശലേമിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ സ്ഥലം ഇവർക്ക് കിട്ടുന്നതിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം ഹല്ലേലൂയ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നു, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. ഹല്ലേലൂയ. ആ വാക്യം വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 17-ാമത്തെ വാക്യം. 17-ാമത്തെ. സൂര്യൻ അസ്തമിച്ചു ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള
ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെ ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കർത്താവിന്റെ സ്തോത്രം. അപ്പോ ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശം എന്ന് പറയുന്നത്, അതിർത്തികൾ എന്ന് പറയുന്നത് ഫ്രാത്ത് നദി മുതൽ അല്ലെങ്കിൽ മിസ്രൈം നദി മുതൽ ഫ്രാത്ത് നദി വരെയുള്ള 2 നദികൾക്ക് ഇടയിലുള്ള ഒരു ഭൂപ്രദേശമാണ് അബ്രഹാമിന് ദൈവം വാഗ്ദത്തമായി കൊടുത്ത പ്രദേശം. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം ദ മാൻ ഹു സ്റ്റാൻഡ് അലോൺ ദി അതർ സൈഡ്, അതായത് ഹല്ലേലൂയ മറുകരയിൽ തനിച്ചു നിൽക്കുന്നവൻ. ഹല്ലേലൂയ. അബ്രഹാം എന്ന് പറഞ്ഞാൽ മറുകരയിൽ തനിച്ചു നിൽക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ. മെസൊപ്പൊത്തേമിയയിൽ നിന്നും 1470 മൈൽ സഞ്ചരിച്ച് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ അബ്രഹാം യാത്ര പുറപ്പെടുമ്പോൾ തനിച്ച് സഹോദരപുത്രനായ ലോത്തും ഹല്ലേലൂയ കൂടെ ചേർന്ന് 1470 മൈൽ സഞ്ചരിച്ച് ഹല്ലേലൂയ ഫ്രാത്ത് നദിക്കും നീല നദിക്കും ഇടയിലുള്ള ഭൂപ്രദേശത്ത് ചെന്ന് അവിടെ പാർക്കുവാൻ ആരംഭിച്ചു. അത് ദൈവ നിയോഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിന് സ്തോത്രം. എന്നാൽ പിന്നീട് ആ ഭൂപ്രദേശം അവർക്ക് നഷ്ടമായി പോകുകയും അവർ പ്രവാസത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തതായിട്ട് വായിക്കുന്നുണ്ട്. എനിക്കതൊന്നും വിശദീകരിപ്പാൻ ഇന്ന് രാത്രി എന്റെ സമയം എന്റെ മുൻപിലില്ല. കർത്താവിന് സ്തോത്രം. ലോകത്തിലുള്ള സകല ജാതികളിലും വെച്ച് യഹൂദനെ ഉന്നതനാക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു. യഹൂദന് ദൈവം കൊടുത്ത സ്ഥാനം, ഇസ്രായേലിന് ദൈവം കൊടുത്ത സ്ഥാനം എന്ന് പറയുന്നത് 3 ഭൂഖണ്ഡങ്ങളുടെ നടുവിലാണ്. ഹല്ലേലൂയ. 57 മുസ്ലിം രാജ്യങ്ങൾ ലോകത്തെമ്പാടുമുണ്ടെങ്കിൽ 27 മുസ്ലിം രാജ്യങ്ങളുടെ മധ്യത്തിൽ, 3 ഭൂഖണ്ഡങ്ങളുടെ മധ്യത്തിൽ ദൈവം ഇസ്രായേലിന് ഒരു രാജ്യം, ഒരു സ്ഥാനം ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. നമുക്ക് സക്രിയ പ്രവാചകന്റെ പുസ്തകം, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം, 38-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഇസ്രായേലിന് കൊടുത്ത സ്ഥാനം ഏതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് നോക്കിക്കാട്ടെ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, 38-ാം അധ്യായം 11-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആമേൻ. ഇത് യെരൂശലേമാകുന്നു, ഇത് യെരൂശലേമാകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിനെ ദൈവം എവിടെ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ജാതികളുടെ മധ്യത്തിൽ ദൈവം ഇസ്രായേലിനെ ആക്കി വെച്ചിരിക്കുന്നു. ഇനിയും സക്രിയ തന്നെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 38-ാം അധ്യായം 11-ാമത്തെ വാക്യം. നീ ഒരു ദുരുപായം നിരൂപിക്കും, മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. ആമേൻ. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതിയുടെ നിന്ന് ശേഖരിക്കപ്പെടും. കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യ വസിച്ചുമിരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെ കൈനീട്ടും. ഭൂമിയുടെ മധ്യത്തിൽ വസിക്കുവാൻ ഹല്ലേലൂയ ഞാൻ നിന്നെ ശേഖരിക്കും. കർത്താവിന്റെ സ്തോത്രം. അപ്പോ ഇസ്രായേൽ ലോക ഭൂപടത്തിൽ ഒരു പൊട്ടുപോലെ കാണപ്പെടുന്ന ഇസ്രായേൽ രാജ്യം, ഹല്ലേലൂയ, അതിന്റെ സ്ഥാനം ദൈവം നിർണയിച്ച് ദൈവം ആക്കി കൊടുത്ത സ്ഥലമാണ് ഇസ്രായേലിന് ലഭ്യമായ ഭൂപ്രദേശം എന്ന് നമുക്ക് നോക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു.